ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് മീൻമുട്ടി പോയ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. കൊല്ലം ജില്ലയിലെ കിളിമാനൂരിലാണ് മീൻമുട്ടി സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ 3:30 ഇവിടെ നിന്ന് പുറപ്പെട്ടു. 2 വാഹനത്തിലായിട്ട് ഫാമിലിയോടൊപ്പമാണ് പോയത്. വളരെ നല്ല രസമാണ്. വഴിയിൽ നിറയെ മലകളും വയലുകളും റബ്ബർ എസ്റ്റേറ്റും തെങ്ങിൻ തോപ്പുകളും അങ്ങനെ ഇഷ്ടംമാതിരി കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു. വളരെ നല്ല ഒരു കാഴ്ചകൾ സമ്മാനിച്ചൊരു യാത്രയായിരുന്നു അത്. റബ്ബർ എസ്റ്റേറ്റുകളും വാഴത്തോപ്പുകളും തെങ്ങിൻ തോപ്പുകളും ഒക്കെ പിന്നിട്ട് അവസാനം വയലുകളൊക്കെ കണ്ട് മനം കുളിർന്നിരുന്നപ്പോൾ നമ്മൾ അവസാനമായിട്ട് ഒരു 4 മണിയോടടുപ്പിച്ച് മീൻമുട്ടിയിലെത്തി. നമ്മൾ ചെന്നപ്പോൾ ഓണാവധിക്കാലം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. എന്നിരുന്നാലും നമ്മൾ വെള്ളത്തിലിറങ്ങി നല്ല 1 മണിക്കൂറോളം നന്നായിട്ട് ആസ്വദിച്ചു. നല്ല തെളിച്ചുള്ള വെള്ളമൊന്നും അല്ലെങ്കിലും നല്ല രസമുണ്ടായിരുന്നു. 1 മണിക്കൂർ ചിലവഴിച്ചതിന് ശേഷം നമ്മൾ തിരികെ വണ്ടിയിലേക്ക് പുറപ്പെട്ടു. അതുപോലെ തന്നെ നമ്മുടെ ഈ കൊച്ചു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കമൻറ്റ് ഇതിനകത്ത് ഉൾപ്പെടുത്തണം. ഓക്കെ, നമ്മുടെ ആദ്യത്തെ വ്ലോഗാണ്, അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് മസ്റ്റായിട്ടും വേണം കേട്ടോ. നല്ല തണുത്ത വെള്ളമായിരുന്നു. വർക്കലയിൽ നിന്നൊക്കെ ആൾക്കാർക്ക് വളരെ അടുത്ത ഒരു സ്ഥലമാണ്. എല്ലാവർക്കും വന്നെത്താൻ പറ്റും. ടൂറിസ്റ്റ് പ്ലേസ് അല്ലെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാനും അച്ഛനും ചേട്ടന്മാരും കൂടി കുറേ നേരം വെള്ളത്തിൽ കളിച്ചു. നല്ല തിരക്കുണ്ടായിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളത്തിന് ഫോഴ്സ് കൂടി. അങ്ങനെ നമ്മൾ തിരികെ വരികയാണ് ചെയ്തത്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തായിട്ട് ഇനിയൊരു ക്ഷേത്രമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെള്ളച്ചാട്ടത്തിൽ കുളിച്ചതിന് ശേഷം വേണമെങ്കിൽ ക്ഷേത്രത്തിലും പോവാട്ടോ. കാണുന്ന കണക്കൊന്നല്ല, അടിയിൽ പാറയൊക്കെ ഉണ്ട്. നമ്മൾ ഇറങ്ങുന്നിടത്ത് തന്നെ വലിയ വലിയ പാറയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അടിയിൽ മണ്ണാണ്, പാറ കാണത്തില്ല. അതുമാത്രമല്ല, ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിയായിട്ട് അറ്റാച്ച് ചെയ്യുന്നൊരു ബ്രിഡ്ജുണ്ട്. അവിടെ നിന്ന് നമുക്ക് നല്ല വ്യൂ കിട്ടുന്നതാണ്. ഇങ്ങനെ കായലിലെ വെള്ളം കല്ലുകളിലൂടെ തട്ടി തട്ടി താഴോട്ട് വരുന്ന വ്യൂ നന്നായിട്ട് നമുക്ക് ലഭിക്കും. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആ പാലം. വളരെ നല്ല രസമാണ്. താഴോട്ട് വരുന്നതിലോട്ട് നിങ്ങൾക്ക് സ്റ്റെപ്പൊന്നുമില്ല. അപ്പം ഇറങ്ങാൻ ഇത്തിരി പാടാണ്. സൂക്ഷിച്ചൊക്കെ ഇറങ്ങിയാൽ സുഗമമായിട്ട് തിരിച്ചും പോകാം, കളിക്കുകയും ചെയ്യും. തിരിച്ചു വരുന്ന വഴിയിൽ ഓണാഘോഷങ്ങളൊക്കെ കണ്ടു. വഴിയിൽ ഓരോ കൂട്ടായ്മകളുടെ ഓണാഘോഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടിട്ടാണ് വന്നത്. ധാരാളം വാഴത്തോപ്പുകളും തെങ്ങിൻ തോപ്പുകളും നേരത്തെ പറഞ്ഞതുപോലെയുള്ളൊരു സ്ഥലമാണിത്. നബിദിനവും ഓണാഘോഷമൊക്കെ പ്രമാണിച്ച് വഴിയിലൊക്കെ ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് വരുന്ന വഴിക്ക് നമുക്ക് അതൊക്കെ കാണാൻ സാധിച്ചു കേട്ടോ. ഓണമൊക്കെ പ്രമാണിച്ച് ഒരുപാട് കടകളിൽ ദീപാലങ്കാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓണമൊക്കെ കഴിഞ്ഞതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. ആൾക്കാർ
കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ആദ്യത്തെ വ്ലോഗാണിത്. അപ്പോൾ അതിൻ്റേതായ തെറ്റുകളൊക്കെ കാണും, അതൊക്കെ ക്ഷമിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കമൻറ്റും ചെയ്യണം കേട്ടോ. നിങ്ങൾ തെറ്റുകുറ്റങ്ങളൊക്കെ കമൻറ്റിലായിട്ട് രേഖപ്പെടുത്തിയാലേ നമുക്കത് തിരുത്താൻ പറ്റും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. തിരിച്ചു വരുന്ന വഴി നമ്മളെല്ലാവരും കൂടി ഒരു സിനിമ കാണാമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ടിക്കറ്റ് കിട്ടിയില്ല, ലോകയ്ക്കൊന്നും ടിക്കറ്റ് ഇല്ല, ഫുൾ ടിക്കറ്റായിരുന്നു. അങ്ങനെ സിനിമ കാണാൻ പറ്റാതെ ടിക്കറ്റും ഇല്ലാതെ ഞങ്ങൾ ആകെ വിഷമിച്ച് വരികയാണ്. ലൈറ്റ് ടിക്കറ്റ് പള്ളിയിലൊക്കെ ധാരാളം ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോകളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.